സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇതപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റോബ്ലോക്സ്. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കൈ ബ്ലോക്ക് ടൈക്കൂൺ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. സോ എല്ലാവർക്കും വീഡിയോ ആയിട്ട് സ്വാഗതം. എന്ന് നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം, ഒട്ടും സമയങ്ങളായില്ല. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. നമ്മൾ കോടീശ്വരനാണ്. യുനോ ലൈക്ക് കോടീശ്വരനോ ലക്ഷങ്ങളായിട്ടുള്ളൂ. ഓക്കെ നമ്മളിപ്പോൾ മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഈ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കയ്യിലിപ്പോൾ $2 മില്യൺ ഉണ്ട്. നമ്മളിനി ടിപ്പ് ജാർ 1. ഓക്കെ, എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ. പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് പ്ലാന്റ് ആയിരുന്നത് മരം ഉണ്ടല്ലോ. ഇതും പിടിച്ച് കയറണുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ച് കയറി എന്ത് ചെയ്യാനും. മരം കയറാനും പഠിച്ചു. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫയർ. ഞാൻ വിചാരിച്ചു ഇതിന് മുകളിലെ ഫയർ ഇതിന്റെ മണ്ടയ്ക്കും കയറുവൻ. ഓക്കെ, ഇതാണ് ഫയർ പ്ലേസസ്. ഓക്കെ, ചെയറിനൊക്കെ എന്നാ വില നോക്കി. 1 ലക്ഷം രൂപയുടെ ചെയറാണ് ഈ 3 കിടക്കണത്. ഓക്കെ, നമ്മള് കമ്പ്യൂട്ടർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഷിറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരിപാടി ഇഷ്ടമല്ല തുടങ്ങി. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ചാടാൻ പറ്റുമോ? യെസ്. ആൻഡ് $1.31 മില്യൺ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതായത് 13 ലക്ഷം രൂപ. ഓക്കെ, ഒരു വോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അറ്റത്തായിട്ട്. ആൻഡ് ഇവിടെ വിൻഡോ റെയിലിങ്സ് എന്തൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഇതിവിടെയാണ്. നമ്മൾ ഇവിടെ റെയിലിങ്സ് വെച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക് വീഴണ്ടിരിക്കാൻ. ഇതിപ്പോൾ എന്തിനാ റെയിലിങ്സ്? ഞാൻ ഇപ്പോൾ ചാടിയല്ലോ ഇങ്ങോട്ട് വിട്. ഓക്കെ, നമുക്ക് വിൻഡോസ് സെറ്റ് ചെയ്യാം. ഇവിടെ ഇതുണ്ടോ എനിക്ക് സംഭവം വിൻഡോ തന്നെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നും പറയാനില്ല. ഓക്കെ, കാർപ്പറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യാ മാൻ, ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഓക്കെ, ബെഡ് ഏതെന്താണിത്? ഇതിങ്ങനെ കളറ്. ഓക്കെ, ആൻഡ് ഇത് വിൻഡോ വെക്കാം. ലാംപ്സ് സെറ്റ് ചെയ്യാം. ഓ സൂപ്പർ. ഓക്കെ, എല്ലാവരും ചെടി വെക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ബ്യൂട്ടിഫുൾ. ഇവിടെ എന്താ ഡോറോ? ഓക്കെ ബാൽക്കണി ഒക്കെ ഉണ്ടായി. നമുക്ക് ഡോറ് വെച്ച ഉണ്ട് അവിടെ നിന്ന്. ഓക്കെ, ഡോറ് വെച്ചിട്ടുണ്ട്. ആ മൂടും കളിയാണ് അവൻ വന്നിട്ട്. ഓക്കെ, ഡോറ് വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ തുറക്കുന്നതിന് മുന്നേ ഉള്ളിൽ കയറുന്ന ഡോറാണ്. ഓക്കെ, ഇവിടുന്ന് മുകളിൽ കയറാനുള്ള വഴിയുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് വേറെ പെറ്റിനെ മേടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഓപ്പൺ 3 തുറന്നിട്ടുള്ളത് ഒറ്റയടിക്ക്. ബിയർ, ഫോക്സ് ആൻഡ് ബിയർ. 2 പേരും ഒരു ഫോക്സും. 2 പേരും ഒരു ഫോക്സ് കണ്ടിട്ട് അതെങ്ങനെ പരിപാടി? നമ്മൾ വീട് അപ്ഗ്രേഡ് ചെയ്തിടാം. ഓക്കെ, ഇവിടെ എന്താ എഫ് വന്നത്? എനിക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണെന്നുണ്ട്. യെസ്, നമുക്ക് എല്ലാ ലൈറ്റും അങ്ങ് ഓൺ ചെയ്തിടാം. റിച്ചല്ലേ, കറണ്ട് ബില്ലൊക്കെ വന്നതിന് നമുക്ക് കൊടുത്തോളാം. പിന്നെ അല്ല റൂഫ്. ഇത് നമ്മളങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വെക്കാൻ പോവാണ് ഇവിടെ. ലൈറ്റ് സീനാട്ടോ, കൊള്ളാം, നൈസായിട്ട്. ബോസിന്റെ ഓഫീസോ? വേറെന്തോ വായിച്ചു ആക്ച്വലി. ഓക്കെ, നമുക്കിവിടെ കിങ്ങിന്റെ സ്റ്റാച്ചു. ഞാനാണ് വയസ്സത്. എന്തൊക്കെ പോയിട്ട് ചവിട്ടുണ്ടോ? മിന്നാമഞ്ഞാള് പറക്കണ വരെ എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ ബാൽക്കണി സെറ്റ് ചെയ്യും. പിന്നെ ബാൽക്കണി റെയിലിങ്സ് വെച്ചിട്ടുണ്ട്. ചെയർ ബാൽക്കണിയാണ് മോനെ സീൻ സാധനം. എനിക്ക് സ്വിമ്മിംഗ് പൂള് കാണണം കേട്ടോ വീട്ടില്. നിർബന്ധ. ഷെൽഫ്. ഇത് നമ്മുടെ പേഴ്സണൽ ഏരിയ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മള് വീട് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷൻസ്, ക്യാഷ്, റെയിലിങ് ചാടിയിട്ട് താഴത്തേക്ക് പോകെ. യെസ്, $23,000 ഒരു കല്ല് തരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന കല്ല്. മോനി ഇച്ചാതി സാധനമാണ്. പിന്നെ എന്തെയാണ് അതാ? ഞാൻ പോയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ചാടുന്നു. എത്ര രൂപ എനിക്ക് വരുന്നവര് നോക്കണമല്ലോ. അടിക്കുവൻ. യെസ്, നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാം.
ലൈറ്റിനുള്ള സ്വിച്ച് ഇവിടെയാണ്. സ്വിച്ചൊക്കെ എപ്പോഴും ഓണായിരിക്കും, അതങ്ങനെയാണ്. നമുക്ക് ഓഫ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് റിച്ച് ആളുകാരാകുമ്പോൾ ഒന്ന് ബിഗ് ബാൽക്കണി വലുതാക്കിയിട്ടുണ്ട്. നമ്മൾ ഫാൻസൊക്കെ ഉണ്ട്, ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എല്ലായിടത്തും റെയിലിംഗ് വെക്കണം. വെറുതെ ആണെന്നേ ഉള്ളൂ, ചാടാനൊക്കെ നമുക്ക് അറിയാം, എന്നാലും വെറുതെ ഒരു രസത്തിന് നമ്മൾ വെക്കണമല്ലോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ലാംപ്സ് ആൻഡ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കാം. ഫുള്ള് ഹോട്ടപ്പ് അഗെയിൻ വാൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് വേറൊരു ഏരിയ ഉണ്ടോ. ഹോട്ടബ് ഡോറ് വെക്കണം, വോൾ ഉണ്ടെങ്കിൽ ഡോറ് വെക്കണം, അതങ്ങനെയാണ്. ഇവിടെ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ റൂഫും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്താണിത്, ഇന്ററാക്ട് ചെയ്യാൻ പറ്റണല്ലോ ഐസ്. നമുക്ക് ബെഞ്ച് പ്രസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി മുകളിലോട്ടുണ്ടോ. ഓക്കേ, ഓ മാൻ, ഒരു പ്ലാറ്റ്ഫോം, ഹെലികോപ്റ്റർ. പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ല, ഇത് മറ്റേ സംഭവമാണ്. അത് ഉമ്മാര് ശരിയല്ല. കളിക്കാൻ പറ്റണമെങ്കിൽ കറക്റ്റ് കളിക്കാനുള്ള പരിപാടി എടുക്കണം, അല്ലാണ്ട് ജാതി കളികൾ കളിച്ചാൽ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഡോളറാണ് ഈ കയ്യിൽ കിടക്കുന്നത്. ഇങ്ങനെ റിച്ച് സോഡ് 2 സെറ്റ് ചെയ്യാം ഇവിടെ. അങ്ങനെ നമ്മൾ സോഡ് 2 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിപാടികളൊക്കെ തീർന്നു എന്നാണ് എനിക്ക് തോന്നണത്. ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. ഇതിപ്പോഴൊക്കെ ചാടി മറിഞ്ഞിട്ടൊക്കെ വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. ഇതാണ് ഡോറൊക്കെ മാറിപ്പോണു. മുകളിലോട്ട് പോകണം വെച്ചാൽ അതേ കൂടെ പോകണം. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ, ലിഫ്റ്റ് വെച്ചുകൂടെ അവന്മാർക്ക്. നമ്മൾ ലാമ്പ് സെറ്റ് ചെയ്യണം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ആൻഡ് ലൈറ്റ് സ്വിച്ച്. ഇപ്പോഴാണ് ഈ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ തരുന്നത്. ഇത്ര നേരം ഒരു തേങ്ങയും തരാൻ വയ്യ അവർക്ക്. നിങ്ങളുടെയാണ് ഇതിനെ കൊണ്ടുപോകണം താഴത്തേക്ക്. ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ അപ്പം അങ്ങനെ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഔട്ടർ ലുക്കാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീട് എങ്ങനെയാണെന്നുള്ളത് ഉള്ളിൽ നിന്ന് നേരെ കറക്റ്റ് നോക്കി നോക്കാം. ആൻഡ് ഇവിടെ തന്നെ എനിക്കൊന്ന് ലിവിങ് റൂം അല്ലെങ്കിൽ ലിവിങ് സ്പേസ് ആയിട്ട് നോക്കാം. ആൻഡ് ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് TV കാണാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പിലിരിക്കണം, സ്റ്റെപ്പിൽ കടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും TV കാണാം. ഇത് നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ബിവറേജോ തേങ്ങ വെച്ചാൽ പറയാം. ഇവിടെ നമ്മൾ എന്തോ പറയുമല്ലോ, ഇരുന്നിട്ട് ചായ തേങ്ങ വേണമെങ്കിൽ കുടിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് അതിന് ശേഷം ചാട്ടി ഇരുന്നിക്കണം. ഇവിടെ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എന്തിനോ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഇവിടെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈ സംഭവം. താഴത്തെ ഫ്ലോർ തീർന്നു. ആൻഡ് ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങളിവിടെ മറന്നുപോയി, ഗാരേജ്. അത് വെറും ഗാരേജല്ല, ഒരു ഫൈറ്റർ പ്ലെയിൻ ഇവിടെ കിടക്കുകയാണ്. കേട്ടോ, കണ്ടാ കമൻറ്റ് വീടൊക്കെ. അയ്യോ, ഫൈറ്റർ പ്ലെയിനാണ് ഇവിടെ കിടക്കണത്. പിന്നെ അതേപോലെ തന്നെ സോഡുകൾ. ഏതവനെങ്കിലും വന്നാൽ പിന്നെ അവൻ്റെ അന്തായിരിക്കും, പിന്നെ അല്ല. ആൻഡ് നമ്മൾ ഗാരേജ് വിട്ടങ്ങ് പോവാണ്, ഉള്ളിലോട്ട് വരും. പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ ഡോറ് തുറക്കേണ്ട ഒരു സുഖം കിട്ടും, കൈ കഴുകാനുള്ള സ്പേസും പിന്നെ അറിയാലോ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. ഇവിടെ പോയിക്കാനാണ് പരിപാടി സെറ്റ്. ഇവിടെ നമ്മുടെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ ഫയർ പ്ലേസിനുള്ളതായിരിക്കും. അതിന് ഇവിടെ മൊത്തം ഇരിക്കാൻ എന്തിനാന്നുള്ള ഐഡിയ ഒന്നുമില്ല. അത് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്. ഓക്കെ, ഞാൻ വീട് സെറ്റായെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് വിടും. ആൻഡ് നമുക്കിവിടെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വേറൊരു സ്പേസ് ഉണ്ട്. വാ, എന്ത് സുഖമെന്നറിയോ ചാടി എഴുന്നേക്കണമെങ്കിൽ. ആൻഡ് നമ്മൾ കൂടെ പോയിട്ട് ഇവിടെ നമ്മുടെ ലൈബ്രറി അല്ല. ഓക്കെ, വേറെ എന്തോ സംഭവമാണ്, എന്ത് തെങ്ങിങ്ങളോട്ടൊക്കെ. ആൻഡ് ഇവിടെ നമ്മുടെ പേഴ്സണൽ ഗെയിമിങ് ഏരിയ. PC ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഗെയിമിങ് ഏരിയ. ഓക്കെ, ഇവിടെ പിന്നെയും വെള്ളം ഇതാക്കാനും നമുക്ക് അവിടെ ഉള്ള നേരം തന്നെയാണ്. ആൻഡ് ഇപ്പോഴാണ് ഹെലിപാഡ്. ഇത് കയറാൻ പറ്റില്ല. യെസ്, ആൻഡ് ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. സോ ഈ അപ്പോൾ അങ്ങനെ നമ്മൾ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ.